ഓൾറെഡി ഈ ഒരു റിസോർട്ടിൽ തന്നെ കംപ്ലീറ്റ് ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞതാണ്. അത് കാണാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഐ ബട്ടൺ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. അത് കണ്ട ശേഷം ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടുത്തെ കംപ്ലീറ്റ് സ്ട്രക്ചർ മനസ്സിലാവും. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് ഇവിടുത്തെ റൂംസും ഇതിനുള്ളിൽ കൊടുത്തിരിക്കുന്ന ഡൈനിങ് ഏരിയ, അതേപോലെ തന്നെ ഫാർമസി, ഇതൊക്കെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ഇതാണ് ഇവിടുത്തെ ഫ്രണ്ട് ഓഫീസ്. നിങ്ങൾ ചെക്ക് ഇൻ ചെയ്യുന്ന സമയത്ത് എല്ലാ ഡീറ്റെയിൽസും ഫ്രണ്ട് ഓഫീസിൽ സബ്മിറ്റ് ചെയ്ത ശേഷം ബാലൻസ് പേയ്മെൻറ്റ് കൊടുത്ത ശേഷം നിങ്ങൾക്ക് റൂമിലേക്ക് ചെക്ക് ഇൻ ചെയ്യാം. നമ്മളിവിടെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ആദ്യം തന്നെ വരുന്നത് ഇവിടുത്തെ ഒരു നടുമുറ്റം സ്റ്റൈലുള്ളൊരു ഭാഗത്തേക്കാണ്. ഇവിടെ വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഭരണിയും അതിൽ ഫ്ലവേഴ്സൊക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ ഡൈനിങ് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഏകദേശം 20 മെമ്പേഴ്സിനോളം ഇരിക്കാൻ സാധിക്കുന്ന ഒരു റെസ്റ്റോറൻറ്റ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പുറമെ ചൈനീസ് അതല്ലെങ്കിൽ നോർത്ത് സൗത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഫുഡൊക്കെ വേണമെന്നുണ്ടെങ്കിൽ റെസ്റ്റോറൻറ്റ് റേറ്റിൽ തന്നെ നിങ്ങൾക്കത് ഇവിടെ അവൈലബിൾ ആണ്. ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്ക് മ്യൂസിക് സിസ്റ്റം ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ തുടക്കത്തിൽ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇവിടെ സ്പാ ഫെസിലിറ്റിയും കൂടെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളത്. ഇവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫാർമസിയൊക്കെ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ മസാജും കാര്യങ്ങളൊക്കെ താല്പര്യമുള്ളവർക്ക് അതൊക്കെ ഇവിടുന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ സിംഗിൾ ഡിലക്സ് റൂമാണ്. റൂമിലേക്ക് കയറുമ്പോൾ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 3 പേർക്കോളം സ്റ്റേ ചെയ്യാൻ സാധിക്കുന്ന സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബെഡ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബെഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചാർജിങ് പോയിൻറ്റും 2 മിനി ടേബിളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റൂം നോൺ AC റൂമാണ്. അതിന് പകരം ഫാനാണ് കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് TVയും കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയ കബോർഡും കൊടുത്തിരിക്കുന്നത് കാണാം. വേസ്റ്റൊക്കെ ഇടാൻ ആവശ്യമായിട്ടുള്ളൊരു വേസ്റ്റ് ബിന്നും സൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യത്തിന് ഫ്രണ്ട് ഓഫീസിൽ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ളൊരു ടെലിഫോണും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കപ്പിൾസൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ മെയിൻ ആയിട്ടുള്ളൊരു അട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചാൽ പുറത്തുള്ള ഈ ഒരു ബാൽക്കണി വ്യൂ ആണ്. നിങ്ങൾക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനും എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ചെയറും അതേപോലെ തന്നെ ഒരു ടേബിളും ഇവിടെ കൊടുത്തിരിക്കുന്നത് കാണാം. ഈ റൂമും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ബാത്റൂമിൽ എല്ലാവിധ സൗകര്യങ്ങളും കൊടുത്തിരിക്കുന്നത് കാണാം. വാഷ് ബേസും അതേപോലെ തന്നെ മിററും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ നീറ്റും ക്ലീനും ആയിട്ടും ഡ്രൈ ആയിട്ടും ഈ ബാത്റൂം സൂക്ഷിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല ഏകദേശം 10ഓളം റൂമുകളാണ് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഇപ്പം നമ്മൾ കാണുന്നത് ഇവിടുത്തെ സ്യൂട്ട് റൂം കാറ്റഗറിയിൽ വരുന്ന റൂമാണ്. റൂമിലേക്ക് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ലിവിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ ഒരു സോഫയും ഒരു മിനി ടേബിളും അതിന് ഓപ്പോസിറ്റായിട്ട് ടെലിവിഷൻ്റെ ഒരു പൊസിഷനും കാണാം. ഇനി റൂമിലേക്ക് വരുവാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ളൊരു റൂമാണ് കൊടുത്തിട്ടുള്ളത്. ബെഡ് നോക്കുവാണെങ്കിൽ ഒരു കിങ് സൈസ് ബെഡ് കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ബെഡ് മേക്ക് ചെയ്തിട്ടുണ്ട്. ബെഡിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ചാർജിങ് പോയിൻറ്റും മിനി ടേബിളും കൊടുത്തിരിക്കുന്നത് കാണാം. പിന്നെ ഫ്രണ്ട് ഓഫീസിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു ടെലിഫോണും അവർ കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ ഈ റൂം AC റൂമാണ് വരുന്നത്. AC കൂടാതെ ഇതിൽ ഫാനും കൊടുത്തിരിക്കുന്നത് കാണാൻ പറ്റും. ഈ ഒരു റൂമിൽ TVയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് കുടിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നിങ്ങൾക്ക് സാധനങ്ങൾ സൂക്ഷിച്ച് വെക്കാൻ ആവശ്യമായിട്ടുള്ള കബോർഡ് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേസ്റ്റ് ഇടാൻ ആവശ്യമായിട്ടുള്ള വേസ്റ്റ് ബിന്നും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ റൂമിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ബാൽക്കണിയിലേക്ക് വരുവാണെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾക്ക് 2 ചെയറും ഒരു ടേബിളും കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് പുറമെ റൂം അറ്റാച്ച്ഡ് ആണ് വരുന്നത്. ബാത്റൂമിലേക്ക് വരുവാണെങ്കിൽ എല്ലാ ഫെസിലിറ്റീസും കൊടുത്തിരിക്കുന്നത് കാണാൻ സാധിക്കും. ബാത്റൂമിലായിട്ട് ബാത്ത് ടബാണ് വരുന്നത്. അതിന് പുറമെ തന്നെ ഷവറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ബേസ്, മിറർ, എല്ലാവിധ ഫെസിലിറ്റീസും ഈ ഒരു ബാത്റൂമിൽ കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഇവിടുത്തെ മസാജ് ചെയ്യാനുള്ള എല്ലാവിധ ഫെസിലിറ്റീസും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലെ തന്നെ എല്ലാ ടൈപ്പ് റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിന് പുറമെ ഇവിടുത്തെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് മുമ്പിലത്തെ വീഡിയോസിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ സ്റ്റാർട്ടിംഗ് പ്രൈസ്, ഡിലക്സ് റൂമിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് 4250 രൂപയാണ്. അതായത് 4250 റുപ്പീസ്. ഫാമിലിക്കും അതേപോലെ തന്നെ കപ്പിൾസിനാണ് നിലവിൽ ഇവിടെ ബുക്കിംഗ്സ് കൊടുക്കുന്നത്. ബാച്ചിലേഴ്സിൻ്റെ ഗ്രൂപ്പ് നമ്മൾ എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോപ്പർട്ടി കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ ബുക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങളുടെ ബുക്കിംഗ് ഡീറ്റെയിൽസ് എല്ലാം തന്നെ കൃത്യമായിട്ട് അയച്ചു തരിക. എത്ര മെമ്പേഴ്സ് ഉണ്ട്, ഡേറ്റ് ഏതാണ്, കുട്ടികളുണ്ടെങ്കിൽ അവരുടെ ഏജ് കാറ്റഗറീസ് കൃത്യമായിട്ട് മെൻഷൻ ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല ബഡ്ജറ്റിൽ ഇവിടെ തന്നെ ബുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസ് നമ്മൾ ചെയ്തു തരാം. അപ്പോൾ ഈ ഒരു റിസോർട്ടിൽ തന്നെ കൊടുത്തിരിക്കുന്ന മൊത്തം ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് സ്വിമ്മിംഗ് പൂൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സ്പേസ് അധികം വൈകാതെ തന്നെ അവർ സെറ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പാർക്കിംഗ് സ്പേസ് വരുന്നുണ്ട്, ബാർബിക്യൂ, ക്യാമ്പ് ഫയർ, വൈഫൈ, പിന്നെ നല്ലൊരു വാച്ച് ടവർ ഇവിടെ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് തന്നെ കുറച്ച് ടോപ്പിലോട്ടായിട്ടാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവിടെ ചെറിയൊരു മിനി ട്രെക്കിംഗ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്ങനെയായാലും ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദിവസം കംപ്ലീറ്റ് സ്പെൻഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സറൗണ്ടിങ്സ് ഇവിടെ തന്നെ വരുന്നുണ്ട്. പോരാത്തന്നെ നല്ല ഫോറസ്റ്റ് ആംബിയൻസ്.
അപ്പോൾ വയനാട്ടിലെ തന്നെ ഇത്തരത്തിലുള്ള നല്ല നല്ല പ്രോപ്പർട്ടീസിൻ്റെ റിവ്യൂമായിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.